നന്നായിട്ട് കഴിച്ചില്ലേ? പിന്നെ ഇജെന്താ കഴിക്കാന്? പിന്നെ ഞാൻ ഈ വക ഭക്ഷണം കഴിക്കില്ല നടക്കറിഞ്ഞൂടെ? അതെ കുത്തുവാണേ. എനിക്ക് വീട്ടിൽ നിന്ന് തരില്ല, അതാ ഈ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഇതൊക്കെ കഴിക്കണത്. ആ ആ എടുത്തോ. മടക്കിച്ചു പിടിക്കാം. തിരുമണ്ട. ആരോടാ ഈ പറയണത്? ഇതൊക്കെ എപ്പോഴും ചെയ്യണം. ചെയ്യണല്ലേ? ചെന്നാ മതിയേ. എന്തായാലും മൂപ്പര് നല്ല പുഷ്പം മാറ്റി എടുത്ത്. മറ്റേ ചങ്ങായി ആകെ അങ്ങോട്ട് അവനെ കണ്ടപ്പോ എനിക്ക് ഒരു സുഖമില്ല. എവിടുന്ന പഠിച്ച മാനേത്? ഞാന് ചിറ്റമ്പലത്തെ ഒരു ദയാ ക്ലിനിക് ഉണ്ട്, അവിടുന്ന് പഠിച്ചതാ. അല്ല അപ്പൊ ഇത് കോഴ്സായിട്ട് പഠിക്കൊന്നും വേണ്ടേ? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഏതായാലും നല്ല ലാബിലേ കുറച്ച് ദിവസം നിന്നാ നമ്മളിത് പഠിച്ചാൽ വളരെ ഈസി ആയിട്ട് പഠിക്കാം. നമുക്ക് ശകലം ശ്രദ്ധ ഉണ്ടെങ്കിലേ നമ്മള് ഈ മേസ്ത്രിമാരെ കൂടെ കൈയാളായിട്ട് നിന്നിട്ട് മേസ്ത്രി ആവൂലേ, അതുപോലെ ഏതെങ്കിലും നല്ല ഡോക്ടറെ കൂടെ നിൽക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള ഭാഗ്യം കിട്ടിയില്ല. അല്ലെങ്കിൽ എനിക്ക് ഡോക്ടറാവായിരുന്നു. ഇതൊരു തയക്കും പയക്കം ഇരിക്കേ. അതൊക്കെ ചെയ്തിട്ട് തയക്കും പയക്കണ്ടായാ മതി. അപ്പൊ അതങ്ങനെ അങ്ങോട്ട് കിട്ടും. ഇപ്പൊ എന്താ അറിയോ, ഭക്ഷണം കഴിക്കണതിന്റെ മുമ്പ് ഒന്ന് കൊളസ്ട്രോൾ ചെക്ക് ചെയ്താണ് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ലാബിലെ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഒന്നും കൂടി ചെക്ക് ചെയ്യാൻ നോക്കിയപ്പോ അവനവിടെ ഇല്ല. അതപ്പം ഇങ്ങോട്ട് വന്നത്. ഈ ഭക്ഷണത്തിന് മുമ്പ് ശേഷവും നോക്കണത് ഷുഗറാണ്. ഈ കൊളസ്ട്രോൾ അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. കണ്ട അല്ല, അങ്ങനെ നോക്കിയോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ കാശ് പോകും, അത്രല്ലേ ഉള്ളൂ. എന്നാലും എനിക്ക് അവ എടുത്തതും സംശയമാണ് മൂപ്പർക്ക്. ഇപ്പൊ ഫസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോ 390 മേലെ. അപ്പൊ മൂപ്പർക്ക് രണ്ടാമത് ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്തേ പറ്റൂ. അല്ല അതെ, ഇങ്ങനെ കഥ പറഞ്ഞിരുന്നാല് നിങ്ങൾക്ക് റിസൾട്ട് വേണ്ടേ? അപ്പൊ ഞാനിതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ അങ്ങോട്ട് കൊടുക്കട്ടെ. ഒരു മണിക്കൂർ കഴിഞ്ഞ് വന്നാൽ മതി. അല്ല അത് അങ്ങനെയല്ല, എത്ര പെട്ടെന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് കിട്ടിയാൽ നമുക്കിത് കിട്ടിയിട്ട് വേണം ഡോക്ടറെ കാണിച്ചിട്ട് പിന്നെ കുടുംബത്ത് പോകാതാ. ഇത് ഞാനല്ല പരിശോധിക്കണം, അതിന്റെ മെഷീൻസ് ഉണ്ട്. ഒന്ന് സ്പീഡാക്കാം, നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്തോളൂ. അങ്ങോട്ട് നിൽക്കാം. കുഴപ്പമില്ല. എന്തപ്പോ സുഖം, എന്റെ ചെക്കനെ ഇപ്പൊ വീട്ടിൽ നിന്ന് പറഞ്ഞേക്ക എന്തിനാ സമ്മതിച്ചത് പോവാൻ? ഇവിടെ ഇങ്ങനെ നിന്നിട്ട് എന്താ കാര്യം? അവിടെ പോയ നേരെയായാലോ? അല്ലാതെ ശരിയാണ്. പോയത് ലാബിലേക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയതാ, കൊളസ്ട്രോൾ നോക്കാൻ. എന്റെ രാഘവ അന്ന് 3 ലാബിലാ നടന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. നോക്കുമ്പോ 3 റിസൾട്ട്. അങ്ങനെ വേരിയേഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം. അല്ല പറഞ്ഞ പോലെ രാഘവൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അറ്റൻഡർ ആയിരുന്നല്ലോ. അല്ല രാഘവ, ഇതിപ്പോ എന്താണ് ഈ ഒരേ സമയത്ത് തന്നെ ഈ 3 റിസൾട്ട് കിട്ടുന്നത്? കൊളസ്ട്രോൾ ഒരേ ദിവസം തന്നെ മാറി മാറി വരുന്നുണ്ടെങ്കിൽ അത് മറ്റു തന്നെയാണ്. ക്യാൻസർ. എന്താ രാഘവ ഈ പറയുന്നത്? എന്നാ പിന്നെ അത് എന്താ നിങ്ങൾ ഈ ആവശ്യമില്ലാണ്ട് ഓരോ തത്വം പറഞ്ഞല്ലോ. കേട്ടാൽ എത്ര സംശയമുള്ള ആളാണ്. രാജേഷേ, അതെ ഇപ്രാവശ്യം നിങ്ങളെ മരുന്ന് ഒരുപാട് എഴുതിക്കണം ഞാൻ. ഒന്നും വന്നിട്ടില്ല. ട്രിപ്പൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തോളി. മലേഷ്യയോ മണാലിയോ എവിടെങ്കിലേക്ക് ആയിക്കോട്ടെ. ശരി എന്നാൽ. ഇവിടെ മെഡിക്കൽ ട്രിപ്പ് രാജേഷ വിളിച്ചതായി. സാർ ശരിക്കും ആഗ്രഹിച്ചിട്ടാണ് ഡോക്ടറായത്? എന്റെ ഉമ്മാന്റെ ബാപ്പന്റെ ആഗ്രഹമാണ് ഞാൻ ഡോക്ടറായത്. എനിക്ക് ശരിക്കുള്ള ആഗ്രഹം എന്താണെന്നറിയോ? ഈ നോട്ടടിക്കണ കമ്പനി ഇല്ലേ, അവിടുത്തെ മിഷൻ ഓപ്പറേറ്റർ ആവാൻ എനിക്കിഷ്ടം. ഏതാണ്ട് ഇപ്പൊ അതുപോലെയൊക്കെ തന്നെയാ. അല്ല സാറേ, ഇത് സ്റ്റോക്ക് എല്ലാം കറക്റ്റാന്ന് പറയായിരുന്നു. നീഡിൽ കുറച്ചും കൂടി എഴുതി വെച്ചോ. നീഡിൽ കുറവാ. സത്യശീല ഇരിക്കി. റിപ്പോർട്ട് കിട്ടിയോ? എടേ ഇത് നോക്കണമെന്നില്ല, കറക്റ്റ് ആയിരിക്കും. എന്നാലും നമുക്ക് നോക്കാം അല്ലേ? ഇതാണ് കറക്റ്റ് റിസൾട്ട്. ബാക്കിയൊക്കെ വേസ്റ്റ്. അപ്പൊ ഡോക്ടറെ, നേരത്തെ കാണിച്ചിട്ടുള്ള റിസൾട്ടും ഇതും തമ്മിൽ നല്ല മാറ്റമുണ്ട്. പിന്നെ ആന അണ്ണാങ്കോട്ടെ മാറ്റല്ലേ? അപ്പൊ ഞാൻ 2 ഗുളിക ചെയ്തു. 2 ആഴ്ച കഴിഞ്ഞിട്ട് എന്നെ ഒന്നും കൂടി കാണിക്കണം. അപ്പൊ ഇനി ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ഇത് ചെയ്യുന്നുണ്ട് പറഞ്ഞ് ഇവിടെ തന്നെ പോയി ചെയ്യാന്ന് പറഞ്ഞാൽ അതാണല്ലോ വേണ്ടിയത്. ശരിയാ. ഈ ഗുളിക വാങ്ങി കഴിക്കുക. ഇത് എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ കേട്ടോ. അല്ല നമുക്കേ ഒരു CT സ്കാൻ ചെയ്യേണ്ട നിർബന്ധം തോന്നുന്നു. സാർ എന്ത് പറയുന്നത്? വയറിന് CT സ്കാൻ ഒക്കെ എടുക്കണം. അല്ല, ഓർമ്മശക്തി പോണ്ട് സത്യശീലന്. ഇപ്പോഴും ഫീസ് തരാൻ മറന്നില്ലേ? അല്ല, ഫീസ് ഇപ്പൊ രാവിലെ തന്നില്ലേ 200 രൂപ.
അത് രാവിലെ അല്ലേ, അത് രാവിലത്തെ സിറ്റിംഗ്. ഇത് ഉച്ചയ്ക്ക് ശേഷം ആഫ്റ്റർനൂൺ സിറ്റിംഗ് അല്ലേ. ഒരു 100 രൂപ ഉണ്ടാവും. അത് മതി ഡോക്ടറെ. അതല്ല, ഫീസ് തന്നെയാണല്ലോ. അതിപ്പോ എല്ലാ ഡോക്ടർമാർക്കും കൊടുക്കേണ്ടതല്ലേ. നീ ഒരു പ്രാക്ക് വേണ്ട. എന്നാ ശരി. അപ്പൊ 2 ആഴ്ച കഴിഞ്ഞിട്ട് വരും കേട്ടോ. 2 ആഴ്ച കഴിഞ്ഞിട്ട് വരണോ വരണ്ടേ എന്നുള്ളത് ഞാനൊന്ന് ആലോചിക്കട്ടെ. അല്ല, ആലോചിക്കണ്ട കേട്ടോ. വീണ്ടും അതൊരു മരുന്ന് എഴുതി തരാം ഞാൻ. നമുക്ക് എവിടെയെങ്കിലും വെച്ചിട്ടൊക്കെ കാണാം. മൂപ്പര പോക്കിൽ എന്തോ ഒരു കുഴപ്പം തോന്നി ഞങ്ങക്ക്. ഇനി വരില്ലാന്ന് എന്തെങ്കിലും ധ്വനിയുണ്ടോ? ധ്വനിയല്ല, പുള്ളി വരില്ല ഇനി. ഉറപ്പാ? അതിന് മാത്രം ഇപ്പൊ ഞാനെന്താ പറഞ്ഞേ? അത് അറിഞ്ഞാലേ വെറുതെ ഒരു സംശയം പറഞ്ഞല്ലേ ഉള്ളൂ. ഒരു സംശയം പറഞ്ഞതല്ലേ, ഡോക്ടറെ കണ്ടിട്ട് മതി. നീ വെറുതെ കുട്ടികളെ പോലെ കളിക്കാൻ. ഹലോ, ദിനകരൻ സാറല്ലേ? ഇത് ലാബിൽ നിന്നാണ്. രാവിലെ ബ്ലഡ് തന്നിട്ടുണ്ടായില്ലേ? ഇല്ല, റിസൾട്ട് ആയില്ല. അതെ, ഒരു ഹെൽപ്പും കൂടി ചെയ്യണം. നമുക്ക് ഒരു തവണയും കൂടി വന്നിട്ടൊന്ന് ബ്ലഡ് തരേണ്ടി വരും. ഇല്ല, വേറെ പ്രോബ്ലം ഒന്നുമല്ല. രാവിലെ ബ്ലഡ് എടുത്തു വെച്ചതേ എന്റെ കണ്ണൊന്ന് തെറ്റിയപ്പോ ഒരു പൂച്ച കയറി ആ ടെസ്റ്റ് ട്യൂബ് തട്ടിമറിച്ച് താഴ്ത്തു പോയി. അപ്പൊ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ അളവിൽ അതില്ല. അപ്പൊ അതൊന്ന്, അയ്യോ ഇവിടെ ഇല്ലേ? ആണോ? അന്ന് അവിടെ ഏതെങ്കിലും ഒരു ലാബില് ബ്ലഡ് കൊടുത്തിട്ട് ഇങ്ങോട്ട് ഒന്ന് കൊറിയർ. ഇല്ല, നോ പ്രോബ്ലം. ഡോണ്ട് വറി. പോയിട്ടോ വായങ്ങ ഇത് കഴിഞ്ഞിട്ട് ചായ വെച്ചാരാ എനിക്ക് കൊട്ടിക്കെത്തു. അല്ലാണ്ട് അവിടെ നിൽക്കെന്താണ്? അതെ, ഒന്ന് കൊളസ്ട്രോൾ പരിശോധിക്കണം. ആർക്കാണ്? ആ പേരും അഡ്രസ്സും ഒക്കെ ഒന്ന് പറഞ്ഞു. പേര് കോയ. അപ്പൊ അകത്തോട്ട് ഇരുന്നോളൂ, ആ റൂമിൽ ഇരുന്നോളൂ. എവിടെ? എന്നാ ഞാൻ പൊക്കം. വാട ചങ്ങായിട് ഇവനെ കൊണ്ടുപോയി. അല്ലാണ്ട് പിന്നെ അല്ല, പേടിയുണ്ടെങ്കിൽ ഒരാൾ കൂടെ ഇരിക്കട്ടെ. പേടിയൊന്നല്ല, പേടിയുടെ അല്ലേ ഞങ്ങക്ക് വർത്താനം പറഞ്ഞിരിക്കാണ്. എന്താ പൊറാട്ടക്ക് മാവ് കഴിക്കണ്ട? സൂചി കുത്തുന്നതിൽ പേടിയുണ്ടാ? പേടിയായിരിക്കോ? അന്റെ സൂചിയുടെ മോനെ ഒടിയാണ്ട് നോക്കിക്കോയി. സൂചിയുടെ മോനെ ഒന്നും ഒടിയൂല. 16ന്റെ കമ്പി കണ്ടിട്ടുണ്ടാ? 16ന്റെ ഇരുമ്പ് കമ്പിന്നേ കുത്തി ചോര എടുക്കണതാണ് പ്യാനി. ഇയ്യേ കമ്പിപ്പാര കണ്ടുണ്ടോ? പിന്നെ ആ കമ്പിപ്പാര എന്റെ കാലിന്റെ മുകളിൽ കുത്തി കയറിയിട്ട് അനങ്ങാത്ത ആളെ ഞാൻ. പാരെങ്ങനെ കാലി കയറിയത്? എന്റെ കല്യാണത്തിന്റെ സമയത്തേ പറമ്പ് വൃത്തിയാക്കി ഒന്ന് പന്തലിടാൻ വേണ്ടി നോക്കിയതാ. അപ്പൊ ഒരു തെങ്ങിന്റെ കട നിന്നിരുന്നു അവിടെ. അപ്പൊ അത് കുത്തി മാന്തി ഇങ്ങോട്ട് പുറത്തുകിടാൻ വേണ്ടിട്ട് ഒരു ചങ്ങായിനെ വിളിച്ച്. അപ്പൊ ഞാനിത് പോരാറായോ എന്ന് നോക്കാൻ വേണ്ടി കാലോണ്ട് ഒന്നിങ്ങനെ ചവിട്ടി ഇളക്കി നോക്കി. ആ ഇളക്കണ സമയത്ത് ഈ നമുക്ക് അവിടുന്ന് കമ്പിപ്പാരോണ്ട് ഒരു കുത്താ അതങ്ങോട്ട് പാളിയിട്ട് എന്റെ തോട്ടയം കൂടെ അങ്ങോട്ട് കുത്തി കയറി. ഒരു 5 കിലോ ഇറച്ചിങ്ങോട്ട് മലന്ന് തൊടയമെന്ന് ചോര അങ്ങോട്ട് പൈപ്പ് പൊട്ടി ചീറ്റിന് മാറ്റി കുറച്ച് ചീറ്റ ചങ്ങായിയുടെ മുഖത്തേക്ക്. അവപ്പ തന്നെ കെട്ടി മറിഞ്ഞു വീണു. ആൾക്കാര് എന്റെ ഉമ്മയും ഇവരൊക്കെ നല്ലോളിച്ച് ഓടിക്കൊണ്ട് കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞു. ചിലവർക്ക് കേൾക്കാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞു ചോര എടുത്തോ. ഈ സമയത്താണ് ഈ ചോരയുടെ കാര്യമൊക്കെ പറയണത്. അല്ല ഓൻ ധൈര്യം ഉണ്ടോ ചോദിക്കുമ്പോ പിന്നെ പറയണ്ടേ? കേട്ടെ, എന്റെ കയ്യും കാലും തളർന്നു പോയി. ആ ചോര കുത്തി കുട്ടിയെ. ചേട്ടാ, ഞാനേ സ്ഥലം കാണിച്ചാലും ഒന്ന് കുത്തി വലിച്ചു തരുമോ ഇത് വെച്ച്? എനിക്ക് ഒരു ബലം കിട്ടണില്ല കൈക്കേ. ചോരയുടെ കഥയൊക്കെ കേട്ടിട്ടേ. എന്തിനാ പിന്നെ എത്ര വലിയ ധൈര്യം കാണിച്ച്? ഇല്ല, വന്നവരോടൊക്കെ ഞാൻ ചോദിക്കാറുണ്ട് വെറുതെ. അപ്പൊ അവര് പേടിച്ചിട്ട് കണ്ണടച്ചിരിക്കും. അപ്പൊ ഞാൻ ആ ധൈര്യത്തിനാ വലിക്കണത്. ഇപ്പൊ ഇത്രയും വലിയ കഥ ഞാൻ ആദ്യമായിട്ടാ കേട്ടത്. ഞങ്ങൾക്ക് അറിയില്ലല്ലോ. കൈയൊന്ന് കൂട്ടി പിടിച്ചോ. എന്റെ ഈ കൈ ഒന്ന് മടക്കി പിടിച്ചോ. ഞാൻ എനിക്ക് പേടിച്ചിട്ടാ വിചാരിച്ചു. എടുക്കേണ്ട. അടുത്തടുത്ത വലിക്കട്ടെ? വലിക്കണേ. കരയരുതേ. അറിയോ
പഞ്ഞി വെക്കാൻ ഉണ്ടോ? തിരുമണ്ട രക്തമൊക്കെ ആവശ്യത്തിന് കിട്ടിയില്ലേ? നമുക്ക് ആവശ്യത്തിനുള്ള കൊളസ്ട്രോൾ നോക്കാൻ ഇത് മതി. അപ്പൊ ഈ അത് നോക്കിയിട്ടൊന്നും ഇപ്പൊ എനിക്ക് പറഞ്ഞുതരാൻ പറ്റുമോ? അല്ല, അത് ഫൈനൽ ചെയ്തിട്ടേ റിസൾട്ട് തരാം. നിങ്ങൾ പുറത്തോട്ടിരിക്കും, ഒരു 1 hour എടുക്കും. വന്നവരൊക്കെ ഇത് എടുക്കുക ചെയ്യാൻ എനിക്ക് ഇവിടെ നോക്കി ഒന്നുകൂടെ ഇത് 1 hour എടുക്കുമെന്നല്ല പറഞ്ഞ, 1 മണിക്കൂർ എടുക്കും. 1 മണിക്കൂറൊന്നും ആക്കില്ല, ഇവിടെ തിരക്കൊന്നുമില്ല. അത്രയും പെട്ടെന്ന് കിട്ടിയാൽ അതുകൊണ്ട് പോയിട്ട് വേണം ഡോക്ടറെ കാണിക്കാൻ. പെട്ടെന്ന് ആക്കി തരാം, നിങ്ങൾ പുറത്തോട്ടിരുന്നോ. ഏത് നേരത്താണ് ഇതിനൊക്കെ ഇവിടെ ജൂനിയറായിട്ട് നിർത്തിയെന്നുള്ളതാണ്. അല്ല, ശരിക്കും ഇവിടെ ആരാ ഡോക്ടർ? ഇജ്ജിയാണോ ഞാനാണോ? നമ്മൾ രണ്ടുപേരും. ഓ, നമ്മൾ രണ്ടാൾ ഡോക്ടർമാരാ. നിജ് ഇങ്ങോട്ട് ഇരുന്നോ, ഇവിടെ ഇരിക്കുന്നാല്. അവിടെ ഇരിക്കൂല. ആന്റി ഡോക്ടർ അല്ലേ സീനിയർ, ഞാൻ ജൂനിയർ അല്ലേ. ആ ബോധം ഉണ്ട് എനിക്ക് അല്ലേ? ആ ബോധവും എനിക്ക് ഇടക്കിടക്ക് നഷ്ടപ്പെടുന്നുണ്ട് മണ്ടോതിരി. സാർ ഇപ്പൊ ഏത് കാര്യത്തിന് എന്നെ വഴക്ക് പറയണേന്ന് എനിക്ക് മനസ്സിലായില്ല. അത് ഇനി മനസ്സിലായില്ല എനിക്ക്. നേരത്തെ ഒരാൾ ഇവിടെ തലവേദനയായിട്ട് വന്നു, അയാൾക്ക് ഈ ഒരു ഗുളിക പറഞ്ഞു കൊടുത്തില്ലേ? അതല്ലേ കൊടുക്കേണ്ടത്. മോളെ, ആ ഗുളിക നിർത്തിയിട്ട് 13 കൊല്ലായി. അറിയാം എനിക്ക് കമ്പനി നിർത്തിയിട്ട്. എനിക്ക് 7ാം ക്ലാസ് പഠിക്കുമ്പോൾ നിർത്തിയിട്ടുണ്ടാവും ഗുളികയൊക്കെ. കൊണ്ട് പറയിപ്പിക്കണ്ട, പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ എനിക്ക് ദേഷ്യം പിടിക്കും. എന്റെ കുടുംബത്തിൽ ഒരുപാട് കുട്ടികൾ MBBS കഴിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇവരെ ഒന്നും പോസ്റ്റ് ചെയ്യണ്ട. അന്നെ പോസ്റ്റ് ചെയ്ത് എന്താണെന്നറിയോ? എന്റെ അച്ഛനെ വിചാരിച്ചിട്ടാ. അച്ഛൻ ഞാൻ തമ്മിൽ ഒരു ചെറിയൊരു ബന്ധമുണ്ട്, അതിന്റെ പേരില. ഈ ശരിക്കും MBBS എടുത്തുക്കണ ഈ മൈസൂര് യൂണിവേഴ്സിറ്റിന്ന് അവിടെ നിന്നൊക്കെ എളുപ്പത്തിൽ കിട്ടും സർട്ടിഫിക്കറ്റ്. ഞാനൊക്കെ ഇവിടുത്തെ മെഡിക്കൽ കോളേജിൽ നിന്ന് കഷ്ടപ്പെട്ട് അഡ്വാൻസ് ഉണ്ടാക്കിയതാ മോളെ കേട്ടോ. അതിന് പോയിട്ട് എന്റെ പണിയെടുക്കിച്ചാല് ഇവിടെ അല്ലേ? എന്നാ എന്റെ മുഖത്ത് ഇങ്ങനെ നിക്കല്ലേ മുഖത്താ മോളെ, എന്റെ മുഖാമുഖം നിക്കല്ലേ, ഇവിടെ പിന്നാമ്പുറത്ത് വന്ന് നിക്ക്. ആ വരി 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 ഇരിക്കി. എങ്ങനെ, കുറവുണ്ടോ? അസുഖല്ലേ? പിന്നെ അസുഖമല്ലാണ്ട് ഞാൻ എന്താ കുറവുണ്ടെന്ന് ചോദിക്കണം നിങ്ങളോട്. അല്ല, കഴിഞ്ഞ പ്രാവശ്യം തന്ന ഫീസ് കുറച്ച് കുറഞ്ഞു പോയി എന്ന് സാറ് പറഞ്ഞായിരുന്നല്ലോ. ഫീസ് കൂടി പോയിക്കണോ? അല്ല, കുറച്ച് കൂടാണ്ടൊക്കൂല. കാരണം നിത്യോപയോഗ സാധനങ്ങൾക്ക് ദിവസവും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ്. എങ്ങനെയുണ്ട് ഇപ്പോ അസുഖം? എങ്ങനെയുണ്ട്? വിനിഞ്ഞാന്ന് വയറുവേദന കൂടുതലായിരുന്നു. അതാ ഗുളികന്റെ കുഴപ്പാ. ഗുളിക അന്ന് ഡോക്ടർ എഴുതിയിട്ടില്ലല്ലോ. ഗുളിക തന്നില്ല ഞാൻ? ഇല്ല, ഗുളിക തന്നില്ല. ഗുളിക കൊടുത്തില്ല? എനിക്കെങ്ങനെ അറിയാം? അല്ലോ, അത് തന്നെ മറന്നുപോയി കേട്ടോ. ആ ഗുളിക കഴിക്കാത്തോണ്ടാണെങ്കിൽ ഇതൊക്കെ ചോദിച്ചു വാങ്ങി പോണ്ടേ സത്യശീല. അപ്പൊ അന്ന് കഴിക്കേണ്ട ഗുളിക എപ്പോ എഴുതുന്ന ഡോക്ടർ? അപ്പൊ ഇന്ന് കഴിച്ചാലും മതി. നോക്കട്ടെ. 3 നേരം കഴിക്കുമ്പോഴേക്കും ശരിയായിക്കോളും. ഇതെന്ത് ഗുളികയാണ് സാറേ? എന്തേ ഇതെങ്ങനെ വായിക്കണേ? മനസ്സിലാവില്ലേ സാറേ? എനിക്ക് മര്യാദക്ക് പറഞ്ഞു ഞാൻ നല്ല അക്ഷരത്തിൽ എഴുതി കൊടുക്ക. അല്ലെങ്കിൽ ഇനി മെഡിക്കൽ ഷോപ്പിൽ ചെല്ലുമ്പോഴേ അവർക്കത് വായിക്കാൻ പറ്റാതെ വേറെ എന്തെങ്കിലും മരുന്ന് വന്ന് ചേട്ടൻ എന്തെങ്കിലും പറ്റി പിന്നെ സാറിനെ പോലീസ് കൊണ്ടുപോയി ആകെ പ്രശ്നമാവേ. സാറേ, കോടതി ഉത്തരവുകളാണ് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണമെന്ന്. ഞാൻ എഴുതാ. അതെ, ഈ വല്ലാണ്ട് അങ്ങോട്ട് ചിന്തിക്കണ്ട. അല്ല ഡോക്ടറെ, ആ കുട്ടി അത് വൃത്തിയായിട്ട് എഴുതിക്കോട്ടെ, കുഴപ്പമില്ലല്ലോ. അതാണ് ഞാൻ പറയാതെ പറഞ്ഞു. നിങ്ങൾ ഇത് കാണിച്ചാൽ മതി, നിങ്ങൾ കൃത്യമായിട്ടുള്ള മരുന്ന് കിട്ടും കേട്ടോ. മറ്റേ റിപ്പോർട്ടടെ? ഏത് റിപ്പോർട്ട്? ഞാൻ സ്കാനിങ്ങിന് എഴുതിയില്ലേ? ഇനിയോ അതുണ്ട്. അതിനത് എന്താ ഡോക്ടറെ? എന്താ? അല്ല, നിങ്ങളോട് ഞാൻ എവിടുന്ന് സ്കാനിങ് എടുക്കാൻ പറഞ്ഞു? KJS എന്നാണോ ഞാൻ എടുക്കാൻ പറഞ്ഞു? അതെ. ആണോ? നിങ്ങൾ എവിടുന്ന് എടുത്ത്? ഈ KJSനെക്കാട്ടിലും നല്ലത് വേറൊരു ലാബ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് എടുത്തത്. അങ്ങനെ ആൾക്കാർ പറയണത് കേൾക്കുകയാണോ നിങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ പ്രഗത്ഭനായ ഒരു ഡോക്ടർ പറയണതോ? ഏതാ കേൾക്കുക നിങ്ങള്? അതേതാ ഡോക്ടർ പ്രഗത്ഭൻ? അല്ല, ഏതാ കേൾക്കുക അല്ലേ? സത്യശീലൻ എന്താ വേണ്ടെന്നറിയോ? ഇത് കൊണ്ടുപോയിക്കോളി. ഞാൻ പറഞ്ഞ KJS പോയിട്ട് സ്കാനിങ് എടുത്ത് കൊണ്ടുവരാം. ഇപ്പൊ ഞാൻ ഒരു സംശയം കൂടെ ചോദിക്കട്ടെ. ഇപ്പൊ സ്കാൻ ചെയ്യണത് ഇവിടുത്തെ മെഷീൻ ആണെങ്കിലും അവിടുത്തെ മെഷീൻ ആണെങ്കിലും മെഷീനാണല്ലോ. അപ്പൊ റിസൾട്ട് എങ്ങനെ മാറും? അല്ലല്ല, ഈച്ച് മിഷൻ ഹാവ് ദെയർ ഓൺ പെർഫോമൻസ്. അതായത് ഓരോ മിഷനും ഓരോ റിസൾട്ടാണ് കാണിക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ലാബിലാണ് ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള മിഷൻ ഉള്ളത്. അവിടെ നിന്ന് എടുക്കുമ്പോൾ കറക്റ്റ് റിസൾട്ട് കിട്ടും നമുക്ക്. അതാണ്. നിങ്ങളിത് പോകുമ്പോ എവിടെയും കളഞ്ഞാളി.
അല്ല ഡോക്ടർ ഇതിപ്പോ എവിടെ കളയും? ഇനിയിപ്പോ അത് കളയേണ്ട സ്ഥലവും ഞാൻ പറഞ്ഞു തരണം നിങ്ങൾക്ക്. അവിടെ ഒരു പൊട്ടിയ ബക്കറ്റ് ഉണ്ട്, അതിലിട്ടോ. അതിലിട്ടേക്ക്. അതെ മറന്ന്. ഇല്ല KJS അല്ലേ? അതല്ല, ഫീസിന്റെ കാര്യം മറന്നു പോയിക്കള്. ഫീസോ? ആ അല്ല ഫീസിനിപ്പോ നമ്മള് ഡോക്ടർ പരിശോധിക്കുകയും ചെയ്തിട്ടില്ല, പിന്നെ മരുന്നൊന്നും എഴുതിയില്ലല്ലോ. അപ്പൊ നമ്മൾ ഇത്ര നേരം കുടുംബകാര്യം സംസാരിച്ചിന് മെഡിക്കൽ ടേംസ് അല്ല ഞങ്ങൾക്ക് പറഞ്ഞു തന്ന്. ഈ എഴുതിയത് മരുന്നല്ലേ, ഇത് വാങ്ങിക്കണ്ട നിങ്ങള്. ഫീസ് എന്നിട്ട് പോയിക്കോളി. കയ്യിൽ വെക്കി. എത്ര ഫീസ്? 100 റുപ്യ തന്നെങ്കിൽ അങ്ങോട്ടോളെ ഇട്ടാ മതി. ഇതാ ഇതിലെ കിട്ടോളെ. ഓ ആ 100 കൂടി ഇട്ടോളെ. അല്ല 100 അല്ലേ? ആ 100 നോക്കിക്കണുണ്ടല്ലോ, ആ കൂടി ഇട്ടോളെ. എന്തിനാ കൊണ്ടോണേ? ആ അതെ ചെല്ലേ. ആ റിസൾട്ട് ഇട്ട് വരും. സാറേ ആ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്തേലും സ്കാൻ ചെയ്യാൻ നമ്മുടെ ഈ അടുത്ത് ഏറ്റവും നല്ല ലാബിലാണ് അയാൾ പോയിട്ട് ഇപ്പൊ ചെയ്തിട്ട് വന്നത്. പിന്നെ സാർ എന്തിനാണ് പിന്നെ അയാളെ KJS പറഞ്ഞിട്ട്? സാറിന് കമ്മീഷൻ അടിക്കാനുള്ള പരിപാടിയല്ലേ? അതെ മണ്ടോതിരി, അന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മാണ്ടാത്ത കാര്യങ്ങൾ ഇടപെടണ്ട. അങ്ങക്ക് കൃത്യമായിട്ട് ശമ്പളം തരുന്നില്ലേ? ഇല്ലേ? തൽക്കാലം ആ സുലൈമാന്റെ പീഡയപ്പെട്ട ഒരു 50 ചായക്ക് കുടിച്ചിരിക്കും. സാറിന്റെ പറ്റാന്ന് പറഞ്ഞാൽ മതിയാ. എന്തെങ്കിലും പറയും ചെല്ലി. കുറച്ചേരം സമാനം കിട്ടുന്നത് അതുകൊണ്ടാണ്. ചെല്ലി കൊത്തി മുറത്ത് കയറി കൊത്താണ്. അയ്യോ കുട്ടി. ആ ഈ KJS എന്ന് പറയുന്നത് മറ്റേ ലാബല്ലേ? ലാബാണ് ഏട്ടാ. ആ ഡോക്ടറെ കാണാൻ വേണ്ടി പോവാണ്, മൊയ്തു. ഇത് എന്തിന്റെ സ്കാൻ ചെയ്തതിന്റെ? ഒരു ജലദോഷം വന്ന് അപ്പോ വയറ് സ്കാൻ ചെയ്യണമെന്നും പറഞ്ഞ് വിട്ടതാണ് ഞാൻ. ഒരു ജലദോഷം വന്നതിന് സ്കാൻ ചെയ്യൊക്കെ വേണോ? എനിക്കറിയാൻ പാടില്ല, ഡോക്ടർ പറഞ്ഞു, ഞാൻ പോയി ചെയ്തു. ഇതിപ്പോ എന്താ പ്രശ്നം എന്നറിയോ? ഞാൻ വേറൊരു അസുഖത്തിനായിട്ട് വേണ്ടി പോയതാണ്. അപ്പൊ ഇവിടുന്ന് തന്നെ സ്കാൻ ചെയ്യണമെന്ന് മൂപ്പർക്ക് വാശി. അപ്പൊ ഞാൻ ചെയ്തത് വേറൊരു ലാബിൽ നിന്നാണേ. അപ്പൊ ഞാൻ ആ റിസൾട്ട് കാണിച്ചപ്പോ അത് പോരാ. അപ്പൊ അത് ഈ കവറിലിട്ടാണ് കൊടുത്താൽ ചിലപ്പോ മൂപ്പര് സമ്മതിക്കുമോ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ഐഡിയ പറഞ്ഞത്. അത് മതിയോ? അപ്പൊ ഈ കവർ എനിക്കൊന്ന് തരണം കേട്ടാ. തരാം. ഞാനത് ഡോക്ടർ ഒന്ന് പോയി കണ്ടിട്ട് വന്നിട്ട് തന്നാ പോരെ? മതി. ചേട്ടനൊന്ന് ഇവിടെ വെയിറ്റ് ചെയ്യും കേട്ടോ. ഭയങ്കര അതൊക്കെ വേണ്ടി വരും ചിലപ്പോ. ഇങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ.